വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു പ്രോഡക്റ്റിൻ്റെ ഞാൻ യൂസ് ചെയ്തിട്ട് ആ ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്ന് വരെ എടുത്ത് നോക്കുമ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് വ്യൂവേഴ്സ് ഉള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. എനിക്കിപ്പോഴും ആ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് എൻ്റെ അടുത്ത് ആൾക്കാർ ചോദിക്കാറുണ്ട്, യൂസ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം ആ ഒരു പ്രോഡക്റ്റ് ഞാൻ 3 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ യൂസ് ചെയ്തു. അപ്പോൾ യൂസ് ചെയ്തിട്ട് അന്ന് എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അത്ര നല്ലൊരു റിസൾട്ട് ആയിരുന്നില്ല, ഞാൻ സാറ്റിസ്ഫൈഡും ആയിരുന്നില്ല. അങ്ങനെ ഞാൻ ആ ഒരു പ്രോഡക്റ്റ് അവർക്ക് റിട്ടേൺ ചെയ്തിട്ട് ക്യാഷ് ബാക്ക് മേടിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ റീസെൻ്റ്ലി ഞാനത് യൂസ് ചെയ്തപ്പം അന്ന് യൂസ് ചെയ്ത പോലെയല്ല ഞാൻ ഈ ഒരു പ്രാവശ്യം യൂസ് ചെയ്തതും. അതുകൊണ്ട് തന്നെ അന്നുണ്ടായ പോലെ ഒരു റിസൾട്ട് അല്ല ഇന്ന് എനിക്ക് കിട്ടിയത്. ആ ഒരു റിസൾട്ടിൽ ഞാൻ ഹാപ്പി ആയിരുന്നു. അപ്പം ഞാനിത് അവരുടെ അടുത്ത് സംസാരിച്ചപ്പം അവരെൻ്റെ അടുത്ത് പറഞ്ഞു, അന്ന് നിങ്ങളൊരു നെഗറ്റീവ് റിവ്യൂ അല്ലേ കൊടുത്തത്, അപ്പം നിങ്ങൾക്ക് ഇതൊരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടായപ്പോൾ നിങ്ങൾക്ക് അത് ഷെയർ ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള റീസൺ കേട്ടോ. അപ്പം ഞാൻ കൂടുതൽ ഇങ്ങനെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ട് മടുപ്പിക്കുന്നില്ല. അപ്പം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ഷെയർ. അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ വേറൊന്നുമല്ല കേട്ടോ, നമ്മുടെ ലൂക്കയുടെ വൈറ്റനിങ് ക്രീമിനെ കുറിച്ചിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലൂക്കയുടെ ക്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താ പറയുക, ഒട്ടുമിക്ക വൈറ്റനിങ് ക്രീംസ് യൂസ് ചെയ്യുന്ന ആൾക്കാരിലൊക്കെ കുറേ പേര് യൂസ് ചെയ്യുന്നതായിട്ടുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ക്രീമാണ്. അപ്പോൾ 3 വർഷം കഴിഞ്ഞ് എനിക്കിപ്പോൾ ഈ ഒരു ക്രീം യൂസ് ചെയ്യാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓരോ മന്ത്ലി എന്താ പറയുക പീരിയഡ്സ് വരുമ്പോഴും എനിക്ക് പീരിയഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് 2 ദിവസം മുമ്പ് തന്നെ ഫേസിൽ പിമ്പിൾസ് വരും. ആ ഒരു പിമ്പിൾ എന്ത് ചെയ്യും, നല്ല പെയിനും ഉണ്ടായിരിക്കും. പിന്നെ അത് നമ്മളെ പീരിയഡ്സ് തീരാറാകുമ്പോഴേക്കും അതിങ്ങനെ മാഞ്ഞു പോകും ചെയ്യും. ഓരോ മാസത്തിലും എനിക്ക് ഇങ്ങനെ എന്താ പറയുക പിമ്പിൾസ് വന്നുകൊണ്ടിരിക്കുമ്പം അത് മുമ്പ് വന്നിരുന്ന പാടുകൾ മാഞ്ഞു പോകുന്നുമില്ല. അപ്പോൾ എനിക്ക് കുറച്ചൊരു എന്താ പറയുക കുറച്ച് ടെൻഷനായി. അപ്പോൾ ഞാൻ ഒരുപാട് ഓയിൽമെൻറ്റ്സ് ഒക്കെ അതേപോലെ ഡോക്ടറെ കണ്ടു, ഓയിൽമെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്തു. അസീഡം ഞാൻ തന്നെ കുറേ റിവ്യൂസ് ഇട്ടിട്ടുണ്ട് ഓരോ പ്രോഡക്റ്റിൻ്റെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള. അപ്പോൾ അതൊന്നും ചെയ്തിട്ടും ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ ഒരു റിസൾട്ട് എനിക്ക് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു സമയത്താണ് ഞാൻ ഇവരുടെ ഈ ഒരു ലൂക്കയുടെ വീണ്ടും ഇങ്ങനെ എന്താ പറയുക ഓരോ കാര്യങ്ങൾ കേട്ടത്. അപ്പോൾ എനിക്ക് ഒന്നുകൂടി യൂസ് ചെയ്ത് നോക്കിയാലോ, ചിലപ്പം പെട്ടെന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ ആ ഒരു പാടുകളൊക്കെ മാറി കിട്ടിയാലോ എന്ന് എനിക്ക് അങ്ങനെ ഒരു ചിന്ത വന്നു. അങ്ങനെ ഞാൻ ഈ ഒരു ക്രീം ഞാൻ ഓർഡർ ചെയ്തു കേട്ടോ. അപ്പോൾ യൂസ് ചെയ്തപ്പം എനിക്ക് എന്താ പറയുക, ഇവർ ഓൾറെഡി പറയുന്നുണ്ട് 9 days ചാലഞ്ച് ആണെന്നൊക്കെ. അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. പിന്നെ അന്ന് എനിക്ക് യൂസ് ചെയ്ത് 1-2 ഡേ ആയപ്പോൾ തന്നെ വലിയ പിമ്പിൾസ് വരാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ആ ഒരു 2ാമത്തെ ദിവസം തന്നെ യൂസിങ് നിർത്തിയിട്ട് പ്രോഡക്റ്റ് റിട്ടേൺ ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ യൂസ് ചെയ്തപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ മാറ്റം വരുത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ക്രീം ഞാൻ ഫ്രിഡ്ജിൽ തന്നെയാണ് സ്റ്റോർ ചെയ്യാറുണ്ടായിരുന്നത്. ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യും. രാത്രി ഫേസൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം അതായത് കുറച്ച് ചെറുതായിട്ട് എമൗണ്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും. എന്നിട്ട് മസാജ് ഒന്നും ചെയ്യില്ല, ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കും. നെക്കിലും കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുത്തു. അതെനിക്ക് എൻ്റെ ചീക്കിലൊക്കെയാണ് പാടുകൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ചീക്കിലും അതേപോലെ ഫോർഹെഡിലും അവിടെ മാത്രമാണ് ഞാൻ ഈ ഒരു ക്രീം പാടുള്ളിടത്ത് മാത്രമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ രാവിലെ വാഷ് ഔട്ട് ചെയ്ത് കളയും. വാഷ് ചെയ്യുമ്പോൾ ഞാൻ സോപ്പോ അല്ലെങ്കിൽ ഫേസ് വാഷോ ഒന്നും യൂസ് ചെയ്യാതെ ജസ്റ്റ് നമ്മുടെ വെള്ളം ഉപയോഗിച്ചിട്ട് റിമൂവ് ചെയ്ത് കളയാണ് കേട്ടോ ചെയ്യാറുണ്ടായിരുന്നത്. അങ്ങനെ ഒരു 9-10 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ചെറിയ ഒരു എന്താ പറയുക ഫെയ്ഡ് ഔട്ട് ചെയ്യുന്ന പോലെ നമ്മുടെ ആ ഒരു പാടുകൾ മായുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ അടുത്ത് ചിലർ പറയും ചെയ്തു എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ പറഞ്ഞു ഫേസ് ഇങ്ങനെ ക്ലിയർ ആയി വരുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ എനിക്ക് എന്താ പറയുക ഈ ക്രീമിനോടുള്ളൊരു ഇഷ്ടം കുറച്ച് കൂടി. കാരണം മുമ്പ് എനിക്ക് നെഗറ്റീവ് റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ അപ്പോൾ എനിക്ക് എന്തോ ഇതിൻ്റെ ഒരു പോസിറ്റീവ് റിസൾട്ട് കൂടെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണമെന്ന് തോന്നി. മുമ്പ് ഉണ്ടായിരുന്ന അതേ പ്രൈസും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. പക്ഷേ ഞാൻ കുറച്ച് മാറ്റം വരുത്തിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞിരുന്നു സോപ്പോ ഫേസ് വാഷ് ഒന്നും യൂസ് ചെയ്യാതെ ഒന്ന് കഴുകി കളഞ്ഞ് നോക്കും, അപ്പോൾ നിങ്ങൾക്ക് മാറ്റം വരും. പിന്നെ ഒന്നാമത് എന്താ പറയുക ഞാൻ യൂസ് ചെയ്ത ടൈമിൽ നമ്മളിവിടെ നല്ല ചൂടുള്ള ടൈമാണ്. അപ്പം എന്താ പറയുക ചിലപ്പോൾ അത് വേറെ എന്തെങ്കിലും കോസ് നമുക്ക് വരും. അപ്പം ഫേസ് വാഷോ സോപ്പൊന്നും യൂസ് ചെയ്യാതെ നോർമൽ വാട്ടറിൽ തന്നെ കഴുകി കളഞ്ഞു. അങ്ങനെ എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടി. ഞാനത് ഹാപ്പിയായി എനിക്ക് ഈ ഒരു യൂസ് ചെയ്ത് വീണ്ടും നല്ലൊരു പോസിറ്റീവ് എന്താ പറയുക റിസൾട്ട് കിട്ടിയപ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളടുത്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ ഞാനൊരു വൈറ്റനിങ് എന്ന് പ്രതീക്ഷിച്ചിട്ടല്ല കേട്ടോ ഞാൻ ഈ ഒരു ലൂക്ക ക്രീം ഇപ്രാവശ്യം മേടിച്ചത്. വൈറ്റനിങ് എന്നതിനേക്കാളും എന്താ പറയുക എൻ്റെ സ്കിന്നിൽ വന്നിട്ടുള്ള ആ ഒരു പാടുകൾ അത് ഒന്ന് കുറയ്ക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ഇങ്ങനെ ഡെയിലി
ഈ ക്രീം ഞാൻ യൂസ് ചെയ്യാറില്ല. അതായത് എനിക്ക് തോന്നുമ്പം ചിലപ്പം വീക്ക്ലി ആയിരിക്കും. ആദ്യം ഞാൻ കണ്ടിന്യൂസ് കുറച്ച് ഡേയ്സ് യൂസ് ചെയ്തു, പിന്നെ ഞാനതിങ്ങനെ പതുക്കെ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് എന്താ പറയുക ക്രീം യൂസ് ചെയ്യണം തോന്നുമ്പോൾ മാത്രം ഞാൻ യൂസ് ചെയ്യാറുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പം എൻ്റെ പിമ്പിൾസ് നന്നായിട്ട് ഇങ്ങനെ ഒന്നുകൂടെ ലൂക്ക മാത്രമല്ലാതെ ഞാൻ വേറൊരു ഓയിൽമെൻറ്റ് കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് പിമ്പിൾ വന്നിട്ടുള്ള ആ ഒരു പാടുള്ള സ്ഥലത്ത് നമ്മുടെ ട്രെറ്റിനോളിൻ്റെ ഈ ഒരു ഓയിൽമെൻറ്റ്, ഇതിപ്പോൾ ഞാൻ 2-3 മാസമായിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ മാറി മാറി ഇപ്പോൾ ലൂക്ക യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഓയിൽമെൻറ്റ് യൂസ് ചെയ്യാറില്ല. അങ്ങനെ ഇടവിട്ട് അങ്ങനെയാണ് കേട്ടോ ഞാൻ എൻ്റെ ഒരു ഫേസ് കെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ലൂക്ക ഉപയോഗിക്കുന്നവർക്കും ലൂക്ക ഉപയോഗിക്കാൻ ആഗ്രഹമുള്ളവർക്കും ലൂക്ക മേടിച്ചിട്ട് അതേപോലെ റിസൾട്ട് കിട്ടിയില്ല, എന്താ പറയുക സാറ്റിസ്ഫൈഡ് ആവാത്തവർക്കും നിങ്ങൾ കുറച്ച് യൂസ് ചെയ്യുന്നതിൽ കുറച്ച് ചേഞ്ചസ് വരുത്തി അവർ പറയുന്ന അതേ ഒരു രീതിയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു നോക്കും. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. കാരണം ഞാൻ അങ്ങനെയുള്ള ഒരു പേഴ്സണാണ്. എനിക്ക് ആദ്യം നെഗറ്റീവ് റിസൾട്ട് ആയിരുന്നു. പിന്നെ ഇപ്പം ഞാൻ കറക്റ്റ് പ്രോപ്പർ വേയിൽ യൂസ് ചെയ്തപ്പം ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പം ആരെങ്കിലും മേടിക്കണം എന്നുള്ളവർ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മേടിക്കാം. എന്തെങ്കിലും ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് പറയാം, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ.